നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം നിത്യം പഠിക്കണം. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീമദ് അധ്യാത്മരാമായണം ഭാഗം 5 ഏഴാമത്തെ സർഗം, ഏഴാമത്തെ അധ്യായം, ആദ്യത്തെ കാണ്ഡമായിട്ടുള്ള ബാലകാണ്ഡത്തിൽ പറയാൻ തുടങ്ങുന്നു. ഇപ്പോൾ രാമരാജ്യം, അയോധ്യാപട്ടണം, ദശരഥൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4ാമത്തെ ഭാഗത്തിൽ പറഞ്ഞു വെച്ചത്. ഇനി 5ാമത്തെ ഭാഗത്തിൽ 7ാമത്തെ സർഗം തൊട്ട് തുടങ്ങണം. അവിടെ മഹാത്മാവായിട്ടുള്ള ഇക്ഷ്വാകു വംശത്തിൽ ആ മന്ത്രിമാരായാലും ശരി, ഈ വിദൂഷകരായാലും ശരി, സൈന്യ നേതാക്കന്മാർ, സൈന്യാധിപന്മാർ, അതേപോലെ സദസ്സ്, ബ്രാഹ്മണ സദസ്സുണ്ട്, വിദ്വൽ സദസ്സുണ്ട്. അതൊക്കെ എല്ലാ പ്രജകളും ഒരേപോലെ രാജാവിൻ്റെ ഇഷ്ടം, രാജാവിൻ്റെ ഹിതം, അതേപോലെ ജനങ്ങളുടെ ഹിതം, ദേവൻ്റെ ഹിതം, ഓരോരുത്തരുടെയും ഹിതം, അങ്ങനെയാണ്. അത് ചിന്തിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചേർന്നത്. എല്ലാവരും വീരന്മാരാണ്, യശസ്വികളാണ്. അതേപോലെ ഈ മന്ത്രിമാരെ അവർ പ്രത്യേകമായിട്ട് പറയാണ് 8 പേരുണ്ടായിരുന്നു എന്നാണ്. ധൃഷ്ടി, ജയൻ, ജയന്തൻ, വിജയൻ, സുരാഷ്ട്രൻ, രാഷ്ട്രവർദ്ധനൻ, അഗോപനൻ, ധർമ്മപാലൻ, ഇങ്ങനെ സുമന്ത്രന്മാർ, അതേപോലെ ഋത്വിക്കുകൾ, മഹാഋഷികളായിട്ടുള്ള ബ്രാഹ്മണന്മാരാണ്. അവരെ പ്രത്യേകം പറയാണ് വസിഷ്ഠൻ, വാമദേവൻ, സുയജ്ഞൻ, ജാബാലി, കശ്യപൻ, ഗൗതമൻ, മാർക്കണ്ഡേയൻ, കാത്യായനൻ, ഇങ്ങനെ അതിബൃഹത്തായിട്ടുള്ള ഋഷി വംശവും അതേപോലെ മന്ത്രിമാരും. അപ്പോൾ ആ രാജ്യം നന്നാവാണ്ട് വയ്യ. ബ്രാഹ്മണര് അങ്ങനത്തെവരാണ്. ഇവർ ബ്രഹ്മർഷികൾ മാത്രമല്ല, പൂർവിക പരമ്പരയിൽപ്പെട്ടതായിട്ടുള്ള ബ്രാഹ്മണ ഉത്തമന്മാർ, ഈ പുരോഹിതന്മാർ, അതേപോലെ വിദ്യ കൊണ്ട് വിനയത്തെ സമ്പാദിച്ചവർ. ദുർവാസാവല്ലാന്ന് പറയില്ല കേട്ടോ. ദുർവാസാവും വിദ്യ കൊണ്ട് വിനയമുള്ള ആളാണ്. അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നെയാണ്. മഹാവിഷ്ണു അംബരീഷൻ്റെ കഥയിൽ അങ്ങേക്ക് വിദ്യ ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിനയം ഉണ്ടായില്ല എന്നൊരു ചോദ്യം, അത് ഭഗവാൻ കരുതിക്കൂട്ടി ചോദിച്ചതാണ്. ഋഷി അപ്രകാരത്തിൽ കരുതിക്കൂട്ടി ചെയ്തതാണ്. അതതിൻ്റെ സാങ്കത്യം വേറെ. ഏതായാലും അങ്ങനെയുള്ള മഹാവിദ്യവാന്മാർ, കുശലന്മാർ, ജിതേന്ദ്രിയന്മാർ, ഈ മാനാഭിമാന അതിനെ മറികടന്നവർ, ത്രിഗുണാതീതന്മാർ, മഹർഷിമാരാണത്, മനുഷ്യന്മാരാണ്. എന്നിട്ടും ഇത്രയും വലിയ സ്ഥാനം. അതേപോലെ എല്ലാവരും ശ്രീമാന്മാരാണ്, മഹാത്മാക്കളാണ്, ശാസ്ത്രജ്ഞന്മാരാണ്, ദൃഢവിക്രമന്മാരാണ്, ആയുധ വിദ്യ അറിയുന്നവരാണ്, കീർത്തിമാന്മാരാണ്, ശ്രദ്ധാലുക്കളാണ്. നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ലേശം പ്രാഗൽഭ്യം ഉണ്ടായാൽ അതിനെ എത്രത്തോളം പൊക്കിയിട്ട് പറയാൻ, എൻ്റെ കാര്യം ഞാൻ തന്നെ പറയാം, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തെ ഞാൻ മറ്റുള്ളവരെ കൊണ്ട് കാശ് കൊടുത്ത് പറയിപ്പിക്കുക. ഇങ്ങനെയല്ല. ഇതെല്ലാം ഉള്ളവരായിരുന്നു ആ കാലത്ത് എല്ലാവരും എന്നാണ്. ഈ രാജാവിനെ സഹായിക്കേണ്ടവരൊക്കെ ആ രീതിയിലുള്ളവരായിരുന്നു. അതാണ് നമുക്ക് അപ്രാപ്യമായത്. അങ്ങനെ തേജസ്വികളായിട്ടുള്ള, ക്ഷമയുള്ളവരായിട്ടുള്ള, അതേപോലെ ഈ പുഞ്ചിരിച്ചിട്ടേ സംസാരിക്കുള്ളൂ. അതൊക്കെ ഒരു ബ്രാഹ്മണരുടെ പ്രത്യേക ലക്ഷണമാണ്. അവർക്ക് ക്രോധം എന്നുള്ളതില്ല. സത്യമല്ലാതെ കണ്ട് അവർ ഈ അനൃതം എന്നുള്ളത് ചിന്തിക്കുക പോലുമില്ല. അതേപോലെ സ്വജനം അന്യൻ ഇങ്ങനെ ചിന്തിക്കില്ല. അവർക്ക് വേർതിരിവില്ല. അതേപോലെ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യുകയും ചെയ്യും. അതേപോലെ എല്ലാവരും ചെയ്യുന്നില്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചാരന്മാരും,
അതും 6 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ചാരന്മാരും പിന്നെ രാജാവും, അങ്ങനെ 7 ചാരന്മാരുണ്ട് എന്നാണ്. ചാരവർഗം, ചാരഗണം. അങ്ങനെയൊക്കെ ആയാലേ ശരിക്കും എല്ലാവരും വേണ്ടതൊക്കെ ചെയ്യണില്ലേ എന്നൊക്കെ അറിയുള്ളൂ. അതേപോലെ അഥവാ തെറ്റ് കണ്ടുവച്ചാൽ നടപടികളിൽ യാതൊരു ദാക്ഷിണ്യമില്ല. പിന്നീട് ഒരു തെറ്റ് മറ്റൊരാൾ ചെയ്യരുത്, ഇയാൾ മാത്രമല്ല മറ്റൊരാൾ ചെയ്യരുത്, അത്രയ്ക്കാണ്. അങ്ങനെയാണ്, മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ്. അതേപോലെ എല്ലാവരും സുഹൃത്തുക്കളായിരുന്നു. അതേപോലെ എല്ലാവരും നന്നായിട്ട് പരീക്ഷിക്കപ്പെട്ടവരായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. എല്ലാവരെയും എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. 18 സാക്ഷികളുണ്ടെന്നാണ്. അതിപ്പോൾ ഈ 4 ദിക്കുകളും അതേപോലെ രാത്രിയും പകലും, പഞ്ചഭൂതങ്ങൾ, കാലം, ധർമ്മദേവൻ ഒക്കെ സാക്ഷികളാണ്. സൂര്യേന്ദ്രന്മാർ ഒന്നും പറയണ്ട, എല്ലാവരും ഭഗവാന് സാക്ഷിയാണ്. അപ്പം ഇങ്ങനെ ഈ അനുസൃതമായിട്ട് അഥവാ ഇനി ഒരാൾ തെറ്റ് ചെയ്തു വെച്ചാൽ അവിടെ ശിക്ഷയാണ് കൊടുക്കേണ്ടതെങ്കിൽ ആ ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. അതിന് പക്ഷഭേദമില്ല. അതേപോലെ ഭണ്ഡാരം നിറയ്ക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയും ആവശ്യമില്ല. അത്രയും കൂടുതൽ അത് കൊടുത്തോളും. നികുതി തുറച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ നികുതി പോലെയൊന്നും ഇല്ല കേട്ടോ. 6-1 എല്ലാം കൂടിയിട്ട് കരം ആയിട്ട് വരുള്ളൂ. ഇന്ന് നമ്മൾ ഓരോന്നിനും 10, 13, 25 ഒക്കെ ശതമാനം കൊടുത്തുകൊണ്ടിരിക്കുക. ഓരോന്നിനും ഒരേ കാര്യം തന്നെ. ഇപ്പം മരാമത്തിന് സാധനം വാങ്ങുകയാണെന്ന് വെച്ചാൽ വാങ്ങണ ദിക്കിൽ പ്രയോഗിച്ചാൽ ബിൽഡിങ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. മറ്റേതതില്ല. ആകെ 6-1. അതെല്ലാം കൂടിയിട്ട് ഒറ്റ തവണയേ വേണ്ടൂ. ഒരു കൊല്ലത്തെ കൃഷി ഇപ്പം 100 പറ നെല്ലാണ് കിട്ടിയതെങ്കിൽ അതിൽ 6 പറ നെല്ലാണ് ഈ ടാക്സ് ആയിട്ട് വരുന്നുള്ളൂ. അത് ടോട്ടലാണ്. വേറൊരാൾക്ക് പിന്നെ ഒരു കാരണവശാലും ടാക്സ് കൊടുക്കണ്ട. ഇതിപ്പോൾ ഈ നെല്ല് വിറ്റാ കാശ്, ആ കാശ് ബാങ്കിലിട്ടാൽ അവിടെ കാശ്, അതിന് മറ്റേ കൂടുതൽ ആ കാശ് വന്നു വെച്ചാൽ അപ്പോൾ സൂപ്പർ ടാക്സ്. ഇതൊന്നും അനുവദനീയമല്ല. അത് കലികാലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നേ ഉള്ളൂ. ഇതൊന്നും അനുവദനീയമല്ല. പിന്നെ ഈ ബ്ലേഡാണെന്ന് വെച്ചാൽ അവർ മാസത്തിലാണ് ഈ 10% 15% വാങ്ങണത്. അപ്പോൾ 12 × 15 എന്നർത്ഥം, അല്ലെങ്കിൽ 12 × 25. അപ്പോൾ ഇവിടെ എത്തി, ഈ കണക്കൊക്കെ തെറ്റി. അതാണ്. എന്തായാലും തമാശയാണ് പല കാര്യങ്ങളും. അതേപോലെ ഈ എല്ലാവരും ഇതേപോലെ ടാക്സ് കൊടുക്കാൻ അഥവാ മറന്നു വെച്ചാൽ, കരം കൊടുക്കാൻ മറന്നു വെച്ചാൽ, അത് കരം കൊടുത്തില്ലേ എന്ന് പരസ്പരം ചോദിക്കുന്ന, കരം കൊടുക്കാനില്ലേ എന്നാൽ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരം ഞാൻ കൊടുത്തോളാം. അങ്ങനെയാണ്. എങ്ങനെയുണ്ട്? അത്ര സൗഹാർദ്ദമാണ്. അതേപോലെ ശത്രുക്കളെ പോലും അവർ അഥവാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ശത്രു ആണെന്ന് കിട്ടുക, വേണമെങ്കിൽ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ ദ്രോഹിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെ സ്മരണയിൽ പോലും ഉണ്ടാവില്ല എന്ന്. അത്ര സാത്വികരാണ് വീരന്മാർ, ഉത്സാഹശാലികൾ, ധൃതവ്രതന്മാർ, ശതധൃതിമാർ. അങ്ങനെയാണ്. രാഷ്ട്രതന്ത്ര വിദഗ്ധർ, രാജാക്കന്മാർക്ക് മാത്രമല്ല കേട്ടോ, മന്ത്രിമാർക്കുണ്ട്, ഈ പുരോഹിതന്മാർക്കുണ്ട്, അതേപോലെ ജനങ്ങൾക്കുണ്ട്, ഈ സൈന്യാധിപന്മാർക്കുണ്ട്, എല്ലാവർക്കും ഈ ബോധമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ നടത്തിപ്പുകൾ മുഴുവൻ വളരെ ഈസി ആയിരുന്നു, എളുപ്പമായിരുന്നു. ബ്രാഹ്മണന്മാരിൽ നിന്നോ ക്ഷേത്രങ്ങളിൽ നിന്നോ കരം പിരിച്ചേർന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വ്യവസായം പോലെയാണ്. ക്ഷേത്രങ്ങൾക്ക് കറണ്ട് കാശ് വ്യവസായത്തിനുള്ള കറണ്ട് കാശ് പോലെയാണ്. അത്ര വലിയ കാശാണ് അതിൻ്റെ ഒരു റേറ്റ്, എന്തായാലും പറയുക. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല. ക്ഷേത്രങ്ങളുടെ മുതൽ ഒരിക്കലും രാജാവ് കൊണ്ടുപോയിരുന്നില്ല. അത് ക്ഷേത്രങ്ങൾക്കും അതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് വായിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ജനോപകാരപ്രദം ആണ് ക്ഷേത്രത്തിൻ്റെ വരുമാനം മുഴുവൻ ഉപയോഗിക്കുക. ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല, ക്ഷേത്രങ്ങൾക്കും ഇന്ന രീതിയിൽ ഇത്ര എന്നൊരു കണക്കുണ്ട്. ബാക്കിയുള്ളതൊക്കെ അന്നദാനമായിട്ടും അതേപോലെ ഓരോരുത്തർക്കും ആവശ്യം ഉണ്ടെച്ചാൽ ആ ആവശ്യത്തെ നിറവേറ്റി കൊടുത്തുകൊണ്ട്. ഇപ്പോൾ കല്യാണം നടക്കണം വെച്ചാൽ പൈസ വേണമല്ലോ.
അതേപോലെ വീട്ടിൽ പല അടിയന്തരങ്ങളും വരും. ഒരു ഉണ്ണി ജനിച്ചു വെച്ചാൽ അതിന്, പിന്നെ ഉണ്ണിക്കുള്ള വിദ്യാഭ്യാസത്തിന്, ആ ഉണ്ണിക്ക് വിവാഹത്തിന്, ആരെങ്കിലും മരിച്ചു വെച്ചാൽ അത്, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള രോഗാദികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കൃഷിനാശം, അതൊക്കെ മുഴുവൻ രാജ്യഭണ്ഡാരത്തിൽ നിന്നൊന്നും വയ്ക്കണ്ട, എല്ലാ ദിക്കിൽ നിന്നും എടുത്ത് പ്രയോഗിക്കാറുണ്ട്. അത് വഴിപോക്കർക്ക് പ്രത്യേകം, അതാണ് അതിഥി. അവിടെ എല്ലാവർക്കും ഒരേപോലെ, ഒരു വ്യത്യാസമില്ല. ഇങ്ങനെയൊക്കെ കൊടുത്തായിരുന്നു എന്നാണ്. അങ്ങനെ ഇനി അഥവാ ഇപ്രകാരത്തിൽ ഏതെങ്കിലും ഈ ചൂഷണം ചെയ്യാം അങ്ങനെയൊക്കെ സംഭവിച്ചു വെച്ചാൽ അത് ഇനി അങ്ങനെ ഒരു ചൂഷണം പാടില്ല എന്ന നിലയ്ക്ക് ശിക്ഷ നടപ്പാക്കുന്ന അത്രയ്ക്കുണ്ട്. ദേശകാല വയശക്തി സംചിന്യ ദണ്ഡകർമ്മണി, ഇങ്ങനെയാണ് അത്രേ ആ പ്രമാണം ഉണ്ടായിരുന്നത്. ദേശത്തെ അറിഞ്ഞ്, കാലത്തെ അറിഞ്ഞ്. ഇപ്പോൾ നഷ്ടകാലം, മഴയില്ലാത്ത കാലം, അപ്പോൾ പിരിവില്ല, കരം കൊടുക്കണ്ട, അങ്ങനെയാണ്. അതേപോലെ വയസ്സ്, ഇപ്പോൾ 90 വയസ്സായി അപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ടാക്സ് ഇല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ടാക്സ് ഇല്ല. അങ്ങനെയൊക്കെ ചില കണക്കുകളൊക്കെ ഉണ്ട്. അതേപോലെ ശക്തിക്കനുസരിച്ച്, ഇപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരാളും ആരോഗ്യമില്ലാത്ത ആൾക്ക് കുറച്ചേ പണിയെടുക്കാൻ പറ്റൂ. അപ്പോൾ അയാൾക്കും ഈ 6% ടാക്സ്, ധാരാളം പണിയെടുക്കും, നല്ല ആരോഗ്യമുണ്ട്, അങ്ങനത്തെ ഒരാൾക്ക് അയാൾക്കും 6% ടാക്സ്, അങ്ങനെയല്ല എന്നർത്ഥം. അതിനൊക്കെ ചില നിയമ ഭേദഗതികളുണ്ട്. അതെല്ലാം ഈശ്വരഹിതം അനുസരിച്ചാണ് സംഭവിക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് മുഴുവൻ കൊടുക്കപ്പെടും. അതാണ് ഈ ധനമുള്ളവർക്ക് ഒരു പ്രത്യേക തരം, ധനമില്ലാത്തവർക്ക് പ്രത്യേക തരം, അതേപോലെ ആരോഗ്യമുള്ളവർക്ക്, ആരോഗ്യമില്ലാത്തവർക്ക്, വിദ്യ ഉള്ളവർക്ക്, വിദ്യ ഇല്ലാത്തവർക്ക് എല്ലാം കാറ്റഗറി വ്യത്യാസമുണ്ട്. അതിനെ ചൂഷണം ചെയ്യൂല, അതിനെ നിന്ദിക്കൂല. ഇന്ന് നമ്മൾ വിദ്യ ഇല്ലാച്ചാൽ നിന്ദിച്ചു, ഉദ്യോഗം ഇല്ലാച്ചാൽ, കാശില്ലാച്ചാൽ, രോഗിയാണെങ്കിൽ ഒക്കെ നിന്ദയാണ് ഫലം. അപ്പം അങ്ങനെയല്ല. കാരണം അതൊക്കെ ഈശ്വരൻ്റെ ശിക്ഷയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു അനുകമ്പയാണ് തോന്നുക എന്ന് സാരം, അതാണ്. അപ്പം ഇങ്ങനെ എല്ലാം സത്യമായിട്ട് നടക്കുന്നത് കൊണ്ട്, ഈശ്വരഹിതമായിട്ട് നടക്കുന്നത് കൊണ്ട് അവിടെ ദുഷ്ടന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. അന്യൻ്റെ മുതലിനോട് താല്പര്യമില്ല, അന്യൻ്റെ ഭാര്യയോട് താല്പര്യമില്ല. എല്ലാവരും അമ്മ പെങ്ങന്മാരാ, ഭാര്യ ഒഴിച്ച്. ഇങ്ങനെ രാജഹിതം ദേവഹിതമായിട്ട് നടപ്പാക്കാൻ ഒരു പ്രയാസമില്ലാതെ കണ്ട് രാജാവിന് സാധിച്ചു. അതേപോലെ എല്ലാവരും നേരത്തെ പറഞ്ഞ ശുദ്ധിക്കനുസരിച്ച് നല്ല വസ്ത്രം ധരിക്കുക, നല്ല വേഷം. ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ബ്രാഹ്മണരുടെ വേഷമല്ല ശൂദ്രന്മാരുടെ വേഷം, ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജാവിന് രാജാവിൻ്റെ വേഷമാണ്. ഇങ്ങനെ പലതും വേണ്ട രീതിയിലായിരുന്നു. എല്ലാവരും യശസ്വികളായിരുന്നു അവരവരുടെ ഗുണപ്രവൃത്തികളെ കൊണ്ട്. അതേപോലെ ബുദ്ധിയോട് കൂടിയിട്ടേ പ്രവർത്തിക്കുള്ളൂ, എന്ന് വെച്ചാൽ വിശകലനം ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഈ ഒരു യശസ് വിദേശങ്ങളിലും കൂടി എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അയോധ്യയിൽ എന്ന് പറയപ്പെട്ടു എന്നാണ്. അതേപോലെ വേദത്തിലെ മന്ത്രതന്ത്രങ്ങൾ, അതിൻ്റെ രഹസ്യങ്ങൾ, അതൊക്കെ സൂക്ഷ്മബുദ്ധികളായിട്ട് മഹാഋഷികൾ കാണണു, അത് പറയണു, പ്രയോഗിപ്പിക്കണു. നീതിശാസ്ത്രങ്ങളൊക്കെ വേണ്ട രീതിയിൽ നടപ്പാക്കുന്നത് പ്രിയത്തോടു കൂടിയിട്ട് ഹിതം ചെയ്യുക, ശ്രേയസ്സേ കിട്ടുള്ളൂ, പ്രിയമാവുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് എളുപ്പമല്ല. പ്രിയമാവണത് ചിലപ്പോൾ ശ്രേയസ്സായിക്കൊള്ളുന്നില്ല, ശ്രേയസ്സായത് അത്ര പ്രിയ ആയിക്കൊള്ളുന്നില്ല. ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് രാജാവിന് ചെയ്യാൻ സാധിച്ചായിരുന്നു. അപ്പോൾ ആ രാജാവിൻ്റെ മഹത്വം എന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വര സ്വാധീനം, ഈശ്വരാധീനം എത്രത്തോളം ഉണ്ട്, അത്ഭുതമാണ്. ഇങ്ങനെ എല്ലാവരും ഗുണവാന്മാർ, മന്ത്രിമാർ, പുരോഹിതന്മാർ, ഈ ഉപദേശികൾ, അതേപോലെ സൈന്യം ഒക്കെ രാജാവിനെ സഹായിച്ചുകൊണ്ട്, ചാരന്മാർ അവരുടേതായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, അധർമ്മത്തെ മുഴുവൻ അകറ്റിയിട്ട് എല്ലാവരെയും ധാർമ്മികരായിട്ട് ജീവിപ്പിച്ചുകൊണ്ട്, ദാനശീലന്മാരായിട്ട്, സത്യധർമാദികളെ ചെയ്യുന്നവനായിട്ട്, വലിയവൻ എന്നോ തുല്യൻ അല്ലെങ്കിൽ മറ്റേ ശത്രു എന്നോ വ്യത്യാസമില്ലാതെ കണ്ട്, അതേപോലെ സാമന്ത രാജാക്കന്മാരുടെ കഴിവിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അവരെ അഭിനന്ദിച്ചുകൊണ്ട്, അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, എന്നാൽ അവരെ കീഴിൽ നിർത്തിക്കൊണ്ട്
ഇങ്ങനെ ചക്രവർത്തിയായിട്ടാണ് ഈ ദശരഥ രാജാവ് ഭരിച്ചേർന്നത്. ഇങ്ങനെ അതികുശലന്മാരായിട്ടുള്ള നിപുണന്മാരായിട്ടുള്ള ഈ രാജ്യക്ഷേമത്തിൽ മാത്രം ശ്രദ്ധയോടു കൂടിയിട്ട് മന്ത്രിമാരുടെ സഹായത്തോടു കൂടിയിട്ട് ചക്രവർത്തി അത് സൂര്യൻ്റെ രശ്മി എപ്രകാരത്തിലാണോ എല്ലാ ദിക്കിലേക്കും കൊടുത്തേർന്നത് സൂര്യൻ, അതേപോലെ ഇപ്പോൾ മഴ പെയ്യാണെച്ചാലും സൂര്യൻ്റെ ആ ഒരു ശക്തി കൊണ്ടാണല്ലോ ഈ നീരാവിയാകുന്നത് വെള്ളം, എന്നിട്ടാണല്ലോ മഴ മേഘങ്ങൾ ഉണ്ടാകുന്നത്, എന്നിട്ടാണല്ലോ മഴ എല്ലായെങ്കിലും പെയ്യുക, അത് തുല്യമായിട്ടാണല്ലോ കൊടുക്കുക. അതുപോലെ രശ്മികൾ തുല്യമായിട്ടാണല്ലോ കൊടുക്കുക, വായു എല്ലായെങ്കിലും തുല്യമായിട്ടാണല്ലോ ഉണ്ടാവുക. ഇങ്ങനെ ഒരു സമഭാവനയോട് കൂടിയിട്ട് ആ രാജാവ് ഭരിച്ചേർന്നു എന്നാണ്. അതേപോലെ ഈ മഹാത്മാവിൻ്റെ വംശത്തിൽ സന്താനമില്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ രാജാവിന് സന്താനം ഉണ്ടായിരുന്നില്ല എന്നാണ്. ദശരഥ രാജാവിന് കുട്ടികളുണ്ടായിരുന്നില്ല. അതാണ് 8ാമത്തെ സർഗം മുതൽ കഥ പ്രത്യേക രീതിയിലാണ്. അങ്ങനെ എന്തുകൊണ്ട് സന്താനം ഉണ്ടാവില്ല? 50,000 വർഷമായിരുന്നു അത്രേ അപ്ലക്കേട്ടോ. സന്തത്യർത്ഥം ഞാൻ എന്താ ചെയ്യേണ്ടത്? അശ്വമേധ യാഗം കഴിച്ചാലോ എന്ന് ചോദിച്ചു വസിഷ്ഠനോട്. വസിഷ്ഠനാണ് പ്രധാന കുലഗുരു. അപ്പോൾ മന്ത്രിമാരും എല്ലാവരും കൂടിയിട്ട് ആലോചിച്ചതിന് ശേഷം മന്ത്രിയോട് പറഞ്ഞു, ഗുരുജനങ്ങളോട്, പുരോഹിതന്മാർ എല്ലാവരോടും പറഞ്ഞു, എന്നെ ഒന്ന് വേണ്ട രീതിയിൽ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വസിഷ്ഠൻ പറഞ്ഞു, സുയജ്ഞൻ, വാമദേവൻ, ജാബാലി, കാശ്യപൻ, അതേപോലെ വസിഷ്ഠൻ, ഈ ഉത്തമന്മാരായിട്ടുള്ള മഹാഋഷികൾ, ബ്രാഹ്മണർ, ധർമാർത്ഥ കാമങ്ങളെ, മോക്ഷവിധികളെ നന്നായിട്ട് ചതുഷ്ടയങ്ങളെ അറിയുന്ന ആ മഹാജ്ഞാനികൾ പുത്രന് വേണ്ടിയിട്ട് ഇത്രയും കൂടുതൽ ആഗ്രഹം, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. രാജാവിന് രാജപരമ്പര നിലനിർത്തണമെങ്കിൽ സന്താനം ഉണ്ടായാലേ പറ്റൂ. അടുത്ത രാജാവ് ഉണ്ടാവണം, രാജാവകാശി ഉണ്ടാവണം. അതേപോലെ തന്നെ അശ്വമേധം നടത്താം എന്ന് പറയുമ്പോൾ അശ്വമേധമാണോ നടത്തേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് വേണം പറയാനായിട്ട്. അങ്ങനെ ശാസ്ത്രവിധി പ്രകാരം യജ്ഞം നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ലക്ഷ്യം സന്താനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെല്ലാവരും വസിഷ്ഠൻ തൊട്ടുള്ള ആ ബ്രാഹ്മണര് ശരി ശരി എന്ന് പറഞ്ഞതിന് ശേഷം ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു, എല്ലാ ഒരുക്കങ്ങളും ചെയ്തോളൂ. യജ്ഞപശുവായിട്ടുള്ള ഈ കുതിരയെ യാഗം ചെയ്യുമ്പോൾ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമത്തിനനുസരിച്ച് യാഗപശു ഈ കുതിരയെ തുറന്ന് വിടുകയാണ് ചെയ്യുക, അഴിച്ചു വിടുകയാണ് ചെയ്യുക. ചില ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ വിട്ടതിന് ശേഷം സരയൂ നദിയുടെ വടക്കേ തീരത്തുള്ള ഭാഗത്ത് ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് അവിടെ. അതുകൊണ്ട് യാഗഭൂമിയാണ്, അവിടെ യാഗം ചെയ്യാം. എന്താണോ ആഗ്രഹിച്ചത് അത് സാധിക്കും. മാത്രമല്ല പുത്രാർത്ഥം ഈ ധാർമ്മിക രീതിയിലാണല്ലോ അങ്ങേക്ക് പുത്രൻ വേണമെന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് അതിന് ബ്രാഹ്മണരാൽ പറയപ്പെട്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് വേദത്തിൽ പറഞ്ഞത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ പറഞ്ഞു. വാക്കുകൾ ഗുരുത്വമുള്ളതായതുകൊണ്ട് ആ യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള സംഭാരങ്ങളെ ഗുരു പറഞ്ഞ രീതിയിൽ സംഭരിച്ചു എന്നാണ്. അങ്ങനെ വിധിപ്രകാരം യാഗാശത്തെ ഈ ഉപാധ്യായന്മാരോട് കൂടിയിട്ട് അഴിച്ചുവിട്ടു. അപ്പോൾ 400 യോദ്ധാക്കൾ മറ്റേ ഈ കുതിരയുടെ പിന്നാലെ, യാഗാശം എന്നാണ് പറയുക, ആ യാഗാശത്തിൻ്റെ പിന്നാലെ ചതുശത രക്ഷന്തി യജ്ഞസ്യ ആധാനായ മേധാശ്വത്തിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഈ 400 യോദ്ധാക്കൾ വേണത്രേ. അങ്ങനെയൊക്കെയാണ് വിടുക. അതേപോലെ ഹോമം വേണം. അതേപോലെ ഈ ഹോമം ചെയ്യപ്പെടുക, അശ്വം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അശ്വസ്യ മേധസ്യ പതേ പതേ ജുഹോതി. എന്താ വേണ്ടത്? ഈ ഓരോ പദത്തിനും ഓരോ ഹോമം വേണമെന്നാ. അപ്പോൾ അത്രയും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇങ്ങനെ സരയൂ നദിയുടെ ഉത്തരതീരത്ത് യജ്ഞഭൂമി സംവിധാനം ചെയ്തു. ഇതൊക്കെ രാജാവിൻ്റെ ഹിതത്തിനനുസരിച്ച് വസിഷ്ഠൻ പറഞ്ഞിട്ട് ചെയ്യിക്കണതാണ്. അങ്ങനെ യജ്ഞം വേണ്ട രീതിയിൽ കുറവും കുറ്റമൊന്നും കൂടാതെ കണ്ട് നിർവഹിക്കാൻ സാധിച്ചുവെങ്കിൽ ഈ യജ്ഞം ചക്രവർത്തിമാർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഫലം ഭഗവാൻ തരും. യജ്ഞബുക്കായിട്ടുള്ള ഭഗവാൻ ഒരു തരത്തിലുള്ള ഈ വ്യത്യാസങ്ങളും കാണിക്കില്ല. അപ്പോൾ ആ ഉത്തമയജ്ഞത്തിൽ തെറ്റ് കുറ്റങ്ങൾ വരാതെ കണ്ട് നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വസിഷ്ഠൻ ഓർമ്മിപ്പിച്ചു.
അതേപോലെ ബ്രഹ്മരക്ഷസുകൾ ഛിദ്രം പാർത്ത് നടക്കുന്നുണ്ടോ, അത് ശ്രദ്ധിക്കണമെന്ന അത് പ്രത്യേകമായിട്ട്. അതായത് ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള മുക്തി കിട്ടാത്ത ആരെങ്കിലും ബ്രഹ്മരക്ഷസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. വിധി പോലെ അല്ലാത്ത യജ്ഞം അത് നാശമാണ് ഉണ്ടാവുക. അതുകൊണ്ട് യജ്ഞം സമാപിക്കുന്നതിന് വേണ്ടതുപോലെ എന്നുവെച്ചാൽ ദേവഹിതം പിതൃഹിതം ഒക്കെ ആവണം. അതാണ് അങ്ങനെയുള്ള ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്യാൻ അതിന് വേണ്ടിയാണ് ദേവ ഋഷി പിതൃ അങ്ങനെയുള്ള അത് വേണ്ടതൊക്കെ നിർവഹിച്ചിട്ട് വേണം എന്ന് പ്രത്യേകമായിട്ട് വാസിഷ്ഠൻ നിർദ്ദേശിച്ചു. അപ്പോൾ തെറ്റുകുറ്റം എന്ന് പറയുന്നത് യാഗം ചെയ്യുമ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ പൂർവികരായിട്ടുള്ള ആർക്കെങ്കിലും വേണ്ട രീതിയിൽ മുക്തി കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടെച്ചാൽ അതിനെയൊക്കെ പരിഹരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം യാഗം ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കാരണം. അങ്ങനെ ഈ പുരോഹിതന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ അനുവാദം കിട്ടി, ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടി, പിന്നെ രാജാവിൻ്റെ ആ ഇംഗിതം നടപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് മന്ത്രിമാരോട് ഈ ഋത്വിക്കുകൾ ഒരു യജ്ഞം വേണ്ട വിധം നിർവഹിക്കാൻ വേണ്ടതായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അതിൻ്റെ നിയമാവലി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ലിസ്റ്റ് കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ളതൊക്കെ കൊടുത്തു. അതിന് അനുവാദം കൊടുത്തു. പിന്നെ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് തയ്യാറായി. രാജാവ് അന്തഃപുരത്തിൽ പ്രവേശിച്ചു. പിന്നെ പത്നിമാരോട്, ദശരഥന് 3 പത്നിമാരാണ്, കൗസല്യ, സുമിത്ര, കൈകേയി. അപ്പോൾ അവരോട് ഈ ദീക്ഷ ചെയ്യണമെന്ന് പറഞ്ഞു. പുത്രാർത്ഥം ദീക്ഷ ചെയ്യണം, ശുദ്ധി വരുത്തണം, പാത്രശുദ്ധി, അതായത് മനസ്സും ശരീരവും ശുദ്ധമാവണം. അതിന് ചില വ്രതങ്ങൾ, പിന്നെ ആഹാര നിയന്ത്രണങ്ങൾ, ആഹാര നിഹാര വിഹാരം നിദ്ര ഒക്കെ നിയന്ത്രിക്കണം. അതിൻ്റെ ചില ദീക്ഷകളുണ്ട്. ആ ദീക്ഷ അതൊക്കെ നല്ലോണം പറഞ്ഞു. ഭർത്താവിൻ്റെ വാക്കുകൾ വേണ്ട രീതിയിൽ പത്നിമാർ കേട്ടു. അങ്ങനെ മഞ്ഞുകാലം കഴിയുന്ന സമയത്ത് താമരപ്പൂവ് എങ്ങനെയാണോ വിടരുന്നത് അതേപോലെ എല്ലാവരുടെ ഈ 3 പത്നിമാരുടെയും, അന്തഃപുരത്തിൽ പത്നിമാർ കുറേ ഉണ്ടാവും കേട്ടോ, അതല്ല, ഇവർക്ക് അത് നന്നായിട്ട് തന്നെ മനസ്സിലായി എന്ന് സാരം. അതിനനുസരിച്ച് അവർക്ക് സന്താനം കിട്ടാൻ പോവുകയാണല്ലോ. 50,000 വർഷമായി, ഏതാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ ഒരു മന്ത്രി, പ്രധാനിയായിട്ടുള്ള മന്ത്രി രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, രഹസ്യമായിട്ടൊരു പുരാവൃത്താന്തം അങ്ങ് കേട്ടാലും പുരാണ കഥനത്തിൽ ഞാൻ കേട്ടതാണ്. ഋത്വിക്കുകൾ ഉപദേശിച്ച ഈ കാര്യം ആ പുരാണത്തിൽ നിന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭഗവാൻ സനൽകുമാരനാണ് എന്നോട് ഈ കഥ പറഞ്ഞിട്ടുള്ളത്. അങ്ങേക്കുണ്ടാവാനിരിക്കുന്ന ഈ പുത്ര ആഗമനത്തെ പറ്റിയിട്ട് അവർ എന്നോട് പറഞ്ഞത് കാശ്യപുത്രന്മാരായിട്ട് വിഭാണ്ഡകൻ എന്ന്, കശ്യപൻ്റെ പരമ്പരയിൽപ്പെട്ടതായിട്ടുള്ള വിഭാണ്ഡകൻ എന്ന പേരായിട്ടുള്ള ഒരു മഹാഋഷിയുണ്ട്. ഇതൊക്കെ വസിഷ്ഠൻ പറയുന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന് ഋഷ്യശൃംഗൻ എന്ന പേരായിട്ടുള്ള ഒരു പുത്രനുണ്ട്. വൈശാലി കഥ പറയുകയാണ്. ആ സൂചിപ്പിച്ചതിന് ശേഷം ഈ ഋഷ്യശൃംഗൻ അദ്ദേഹം കാട്ടിൽ പിതാവിൻ്റെ യജ്ഞവിധികളെ, യാഗവിധികളെ, പൂജാതി വിധികളെ, ഈ ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ വിധികളെ, അതേപോലെ ബ്രാഹ്മണനായിട്ട് ജീവിക്കുക, പിന്നെ സ്ത്രീകളുമായിട്ട് സംഘമില്ലാതിരിക്കുക, ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് വളർന്നു വന്നത്. ആ വിപ്രന്മാർ പ്രകീർത്തിക്കുന്നതായിട്ട് 2 തരം ബ്രഹ്മചര്യം അദ്ദേഹം ഉണ്ടായിരുന്നു ഋഷ്യശൃംഗൻ. ആ യശസ്വിയായിട്ടുള്ള ഈ വിഭാണ്ഡകൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് അഗ്നിഹോത്രാദി കാര്യങ്ങൾ, അപ്പോൾ അവിടെ സാധാരണ അഗ്നിഹോത്രങ്ങൾ ഈ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളതിനും മറ്റതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്തായിരുന്നു. ആ കാലത്താണ് ഈ ലോമപാതിൽ നിന്ന അംഗരാജാവ് അവിടെ മഹാബലനായിട്ട് നാടുവാഴി നിന്നത്. അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ച്യുതി കാരണം കൊണ്ട്, ആ ജന്മത്തിൽ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ അംഗരാജ്യത്തിൽ ദാരിദ്ര്യമുണ്ടായി, ഭക്ഷണമില്ല, മഴയില്ല. അങ്ങനെ ഇന്ദ്രൻ തൊട്ടുള്ള ദേവതകളുടെ ഒരു അപ്രീതി അവിടെ സംഭവിച്ചു. അപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് ആ രാജാവ് വല്ലാണ്ട് ദുഃഖിതനായി, വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ വേദം പഠിച്ചതായിട്ടുള്ള മഹാബ്രാഹ്മണരെ, ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരെ വിളിച്ചിട്ട് പറഞ്ഞു, ലോക ചരിത്രവാദികളായിട്ടുള്ള മഹാബ്രാഹ്മണന്മാരായിട്ടുള്ള നിങ്ങൾക്ക് എൻ്റെ കർമാനുഷ്ഠാനങ്ങളെക്കുറിച്ച് നല്ലോണം അറിയാലോ.
ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും പ്രായശ്ചിത്തമായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണം വെച്ചാൽ അതൊന്ന് എനിക്ക് ഉപദേശിച്ചു തരൂ. ഇങ്ങനെ മഴ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ദാരിദ്ര്യം ഇങ്ങനെ വന്നാൽ വയ്യ, ധനധാന്യം വേണം. ബ്രാഹ്മണ ഉത്തമന്മാരോട് ഇങ്ങനെ പറയുമ്പോൾ ആ വേദപാരംഗതനായിട്ടുള്ള രാജാവും രോമപാദനും അതെ, ഈ ഋഷികളും അതെ, അവർ ആ രാജാവിനോട് പറഞ്ഞു, രാജാവെ, എല്ലാ ഉപായങ്ങളും പ്രയോഗിച്ച് വിഭാണ്ഡക മഹർഷിയുടെ പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ ഇവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് വേദപാരകനായിട്ടുള്ള ആ ബ്രാഹ്മണനെ, ഋഷ്യശൃംഖനെ നന്നായിട്ട് സൽക്കരിക്കുക. അങ്ങയുടെ മകളായിട്ടുള്ള ശാന്തയെ, ആ കന്യകയെ വേണ്ട വിധം അദ്ദേഹത്തിന് പൂർണ്ണ മനസ്സോടു കൂടിയിട്ട് കന്യാദാനം അത് ചെയ്യണം. എന്നിട്ട് യാഗം ചെയ്യിച്ച് മഴയുണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വാക്കൊക്കെ കേട്ട് രാജാവ് കുറച്ച് കാലം ഒന്നിങ്ങനെ ചിന്തിച്ചു. കുറച്ച് കാലം വെച്ചാൽ കുറച്ച് നേരം എന്ന് സാരം. എങ്ങനെയാണ് ഈ ഋഷ്യശൃംഖനെ ഇങ്ങോട്ട് കൊണ്ടുവരിക? കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം സ്ത്രീകളെ കണ്ടിട്ടില്ല. സ്ത്രീകളെ കാണാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കില്ല. ദാനം കൊടുക്കാനല്ല പണി, ദാനം വാങ്ങേണ്ട ആളെ കിട്ടാനാണ് പണി. അപ്പോൾ എങ്ങനെയാ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചു എന്നാണ്. അപ്പോൾ ആത്മവാനായിട്ടുള്ള ഈ രാജാവ് മന്ത്രിമാരോട് ആലോചിച്ചു, നിശ്ചയിച്ചു. പുരോഹിതനെ അമാത്യന്മാരെയൊക്കെ സൽക്കരിച്ച് കാര്യമേൽപ്പിച്ചു. അവർ രാജാവിൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് വളരെ കുറച്ചൊരു ദുഃഖം അവർക്ക് വന്നു. കാരണം ഇതെങ്ങനെയാണ് സംഭവിക്കാന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. ഋഷ്യശൃംഖൻ്റെ പിതാവ് വിഭാണ്ഡകൻ ശുണ്ഠിക്കാരനാണ്. എല്ലാവർക്കും അദ്ദേഹത്തിനെ പേടിയാണ്. പിന്നെ ഇത്രയും കൂടുതൽ നിഷ്ഠയും ഈ തപസ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലമൊക്കെ ഉണ്ടായതുകൊണ്ട് ശപിച്ചു കഴിഞ്ഞാൽ കുടുങ്ങി. അപ്പോൾ ആർക്കും അങ്ങോട്ട് അടുത്തേക്ക് പോകാൻ പോലും ധൈര്യമില്ല. വേറെന്തെങ്കിലും ഉപായങ്ങൾ കാണണം എന്ന് പറഞ്ഞു, അനുനയിപ്പിക്കണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് ശുണ്ഠിയോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ആപത്തുണ്ടാവും, രാജ്യം നശിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ആ മുനികുമാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗണികകളെ, ഈ ദേവസ്ത്രീ വർഗമുണ്ട്, അവരെ അയക്കാം. അപ്പോൾ കുട്ടികളെ, ഈ 10 വയസ്സ് 12 വയസ്സ് അങ്ങനെയുള്ള പ്രായക്കാരുള്ള കുട്ടികൾ, ഒപ്പം തന്നെ ഈ സ്ത്രീകൾ, മറ്റേ ദേവദാസി വർഗം അങ്ങനെയാണ് പറയുക, അവരെ നമുക്ക് ഈ കാര്യത്തിന് ഉപയോഗിക്കാം. അങ്ങനെ അവരെ കൊണ്ട് ഈ ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിച്ചു വെച്ചാൽ ആ ഉണ്ണിക്ക് ഈ ശാന്തയെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാഗം ചെയ്യിക്കാൻ സാധിക്കും. ആ ഋഷ്യശൃംഖം ചെയ്ത യാഗം കൊണ്ട് അങ്ങേക്ക് പുത്രന്മാരും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ മഴയുണ്ടാവും. അപ്പോൾ ധനധാന്യം എല്ലാം കിട്ടും. സനത്കുമാരന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യാൻ വിരോധമില്ല. അപ്പോൾ ദശരഥ പുത്രിയായിട്ടുള്ള ശാന്തയെ ലോമപാദൻ ദത്തെടുത്ത് വളർത്തുകയാണ്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദശരഥനോട് വസിഷ്ഠൻ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ദശരഥൻ മന്ത്രിയോട് പറഞ്ഞു, ഋഷ്യശൃംഖമുനിയെ അംഗരാജ്യത്തേക്ക് ഏത് ഉപായത്തിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്കതൊന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പ്രേരിപ്പിച്ചതനുസരിച്ച് ഈ മന്ത്രി സുമന്ത്രൻ ഇങ്ങനെ പറഞ്ഞു, അത് രോമപാദൻ്റെ മന്ത്രിമാർ ഋഷ്യശൃംഖനെ ആനയിച്ചത് എങ്ങനെയാണെന്നുള്ളപ്പോൾ നമ്മൾ കേട്ടുമല്ലോ. അങ്ങും അതേപോലെ തന്നെ ഈ മന്ത്രിമാരും എല്ലാവരും ഒരേപോലെ ഈ കാര്യത്തിൽ ഒന്ന് കേൾക്കണം. രോമപാദൻ്റെ പുരോഹിതൻ അമാത്യനോട് ചേർന്ന് രോമപാദനോട് പറഞ്ഞു, നിരപായമായിട്ടുള്ള ഉപായമായിട്ട് ഞങ്ങൾ ആലോചിച്ച് കണ്ടെത്തിയതാണ്. വനത്തിൽ വളർന്നവനായിട്ടുള്ള തപസ്വാധ്യായങ്ങളിൽ മുഴുകിയതായിട്ടുള്ള ആ ഋഷ്യശൃംഖന് സ്ത്രീകളെ അറിയില്ല, ഇന്ദ്രിയ സുഖങ്ങൾ അറിയില്ല, ലോക പരിചയമില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ മഥിക്കുന്നതായിട്ടുള്ള ഈ ഇന്ദ്രിയപ്രീതി അർത്ഥമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചും അറിയില്ല. അതെല്ലാം വേഗത്തിൽ അദ്ദേഹത്തെ അറിയിക്കണം, നഗരത്തിലേക്ക് കൊണ്ടുവരണം, അങ്ങനെ പ്രലോഭിപ്പിക്കണം, എന്നാലേ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അതിന് രൂപവതികളായിട്ടുള്ള ഈ സ്ത്രീകളെ അണിയിച്ചൊരുക്കി ഗണികകൾ അങ്ങോട്ട് പോയിക്കോട്ടെ. ആ ഋഷിയാൽ അത്യധികം സകൃതങ്ങളായിട്ടുള്ള അവർ വിവിധ ഉപായങ്ങളിലൂടെ പ്രലോഭിപ്പിച്ചിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരട്ടെ. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആ രോമപാദൻ സമ്മതിച്ചു. അങ്ങനെ പുരോഹിതൻ മന്ത്രിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷം ആ ആജ്ഞയെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആജ്ഞയ്ക്കനുസരിച്ച് ഈ ദേവദാസികൾ ആ കുട്ടും കാട്ടിൽ എത്തി. ആശ്രമത്തിൽ നിന്ന് വളരെ അധികം അകലെയല്ലാതെ ചെറിയൊരു വാസസ്ഥലമൊക്കെ ഉണ്ടാക്കി അവിടെ ഈ ഋഷിപുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ കാണാൻ വേണ്ടിയിട്ട്
കുറേ ശ്രമിച്ചു എന്ന് പറയുകയാണ്. പല പ്രയത്നങ്ങളും ചെയ്തു. ധീരനായിട്ടുള്ള ഒരു വികാരവും വരാത്തതായിട്ടുള്ള, കാരണം ഇന്ദ്രിയപ്രീതി ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ സംയമനമുള്ളതായിട്ടുള്ള ആ ഉണ്ണി ഈ ആശ്രമത്തിൽ നിന്ന് പുറത്ത് പോവാറില്ല. വിഭാണ്ഡകൻ അത്രയും സത്യനിഷ്ഠനാണ്. അതേപോലെ പ്രത്യേകമായ ചില രീതിയിലാണ് വളർത്തുന്നത്. നിത്യസന്തുഷ്ടനാണ്. ആ കുമാരന് മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്തതുകൊണ്ട് എപ്പോഴും ഈ സന്തുഷ്ടി ഭാവത്തിലാണ്. ജനനം മുതൽക്ക് നഗരം കണ്ടിട്ടില്ല, സ്ത്രീകളെ കണ്ടിട്ടില്ല, അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ പുരുഷൻ എന്നുള്ള നിലയ്ക്ക് അച്ഛനും താനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മൃഗങ്ങളാണ്. അങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നെ സസ്യങ്ങളും ഈ പർവ്വതമോ പുഴയോ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അവർ വന്നുകൂടിയിട്ടുള്ള ആ പ്രദേശത്ത് വളരെ യാദൃശികമായിട്ട് ഋഷ്യശൃംഗൻ ഒരു ദിവസം ഈ ദർഭയോ ചമതയോ എന്താ വെച്ചാൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, സംഭരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. അപ്പോൾ ഈ സ്ത്രീകളെ കണ്ടു എന്ന് പറയുകയാണ്. വൈശാലി കഥയാണ്. സിനിമ കണ്ടിട്ടുള്ള വൈശാലി, അതേ കഥയാണ്. അതിമനോഹരമായിട്ട് വേഷം ധരിച്ചതായിട്ടുള്ള മധുര സ്വരത്തോടു കൂടിയിട്ട് പാടുന്നതായിട്ടുള്ള നൃത്തവാദ്യാദികളെല്ലാം ചെയ്തുകൊണ്ടുള്ള പ്രമദകൾ, അതായത് മതിപ്പിക്കും അവരുടെ പെരുമാറ്റം കൊണ്ട്. ആ ഋഷിപുത്രനെ സമീപിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞു, ബ്രഹ്മൻ എന്ന് വിളിച്ചിട്ടാണ് പ്രത്യേകമായിട്ട്. കാരണം അത്രയും ഉത്തമനാണ് ആ ബ്രാഹ്മണ ഉത്തമനോട് അങ്ങ് ആരാണ്, എന്തുകൊണ്ടാണ് ഇവിടെ കഴിയണത്, എല്ലാം അറിയുന്നവരാണ് കേട്ടോ ചോദിക്കണത്. ഇത്ര വിജനമായിട്ടുള്ള വിദൂരമായിട്ടുള്ള ഈ കൊടുങ്കാട്ടിൽ അങ്ങ് എന്തിനാ ഒറ്റയ്ക്ക് സഞ്ചരിക്കണത്, ഒറ്റയ്ക്ക് എന്തിനാ അങ്ങനെ താമസിക്കുന്നത്, ഞങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണോ. ഈ കാമ്യരൂപകളായിട്ടുള്ള വനത്തിന് മുമ്പ് കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ഈ സ്ത്രീകളെ കണ്ടപ്പോൾ അച്ഛനോട് ഇതിനെപ്പറ്റി പറയണമെന്ന് അദ്ദേഹത്തിന് തോന്നി. എൻ്റെ പിതാവ് വിഭാണ്ഡകനാണ്, അദ്ദേഹത്തിൻ്റെ ഔരസപുത്രനാണ് ഞാൻ, ഋഷ്യശൃംഗൻ എന്നാണ് പേര്. അപ്പോൾ അവിടെ ഋഷ്യശൃംഗൻ ഔരസപുത്രനാണ്. പക്ഷേ ഈ സ്ത്രീകളെ കണ്ടിട്ടില്ല, അമ്മയെപ്പോലും ഈ ഋഷ്യശൃംഗൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഈ കാര്യം അറിയുകയും ചെയ്യാം, മറ്റ് ലോകകാര്യങ്ങളൊന്നും അറിയൂല. അപ്പോൾ അതൊരു വല്ലാത്തൊരു വിപരീത ഭാവമുണ്ടാണ്, അവിടെ ഒരു വൈപരീത്യമുണ്ട്. എൻ്റെ ആശ്രമപദം ഇതാ ഇവിടെ തൊട്ടടുത്താണ്, നമുക്ക് അവിടേക്ക് പോവാം. ശുഭദർശനരേ എന്നാണ് അവിടെ, സ്ത്രീകളെ എന്നുള്ള നിലയ്ക്കല്ല, ശുഭത്തെ ആഗ്രഹിക്കുന്നവരെ എന്ന് പ്രത്യേകം. അവിടെ ഞാൻ ഭവാന്മാരെ, സ്ത്രീകളെയാണ് പറയണം, അവിടെ പുല്ലിംഗത്തിലാണ്. ഭവാന്മാരെ വിധിപൂർവകം സൽക്കരിക്കാം. ശുഭദർശനാഹ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങളെ എൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാം, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഋഷിപുത്രൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. അർഘ്യം, പാദ്യം, മറ്റേ ചില ഉപചാരങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് ഫലമൂലാദികളെയൊക്കെ കൊടുത്തു. അതെല്ലാം സ്വീകരിച്ച ശേഷം വേഗത്തിൽ നിന്ന് തിരിച്ചു പോകണം എന്ന് ഈ വിഭാണ്ഡകനെ പേടിച്ചിട്ട് ഈ ദേവദാസികൾ പറഞ്ഞു. അപ്പോൾ പുറപ്പെടുന്നതിന് മുന്നേ, അല്ലയോ ബ്രാഹ്മണ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ, ഞങ്ങളുടെ പക്കൽ നിന്ന് ഈ ഫലങ്ങൾ കൈക്കൊണ്ട് അത് ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആഹ്ലാദപൂർവം ആലിംഗനം ചെയ്തു ഈ സ്ത്രീകൾ. എന്നിട്ട് ഈ അപ്പം, ലഡു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, മോദകങ്ങൾ ഒക്കെ കൊടുത്തു എന്നാണ്. മദത്തെ ഉണ്ടാക്കുന്നത്, മാധുര്യമുള്ളത് മാത്രമല്ല ഇന്ദ്രിയ ചേഷ്ടകളെ ഉത്തേജിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ അത് കൊടുത്തു എന്നാണ്. മോദകം എന്നുള്ളതിൻ്റെ അർത്ഥം മാത്രമേ ഉള്ളൂ. നമ്മൾ മോദകം എന്ന് പറഞ്ഞാൽ സദാ കൊഴക്കട്ട, മധുരമുള്ളതായിട്ടുള്ള, ഉള്ളിൽ മധുരം വെച്ച് കണ്ട് പുറമെ ഈ ധാന്യം അത് കവർ ചെയ്തുകൊണ്ട്, അതാണ് മോദകം. അപ്പോൾ അതിൽ മറ്റേ നാളികേരവും ശർക്കരയാവാം, നാളികേരവും പഞ്ചസാരയാവാം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇനി മറ്റേ സുഖിയൻ പോലെ ചെറുപയറും ശർക്കരയും നാളികേരമൊക്കെ കൂടിയിട്ട് എന്തായാലും വരും. അതിലൊക്കെ മോദകങ്ങളാണ്. മോദകങ്ങൾ ധാരാളമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ മോദകങ്ങളെ ധാരാളമായിട്ട് കൊടുത്തു. അതിപ്പോൾ ഉണ്ണിയപ്പായാലും നമ്മൾ കാരോലപ്പം ഉണ്ടല്ലോ, അത് കൊടുത്താലും മോദകം തന്നെയാണ്. നമുക്ക് ഇന്നതെന്ന് അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സ്വഭാവത്തെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഏതായാലും ഭക്ഷ്യപദാർത്ഥങ്ങൾ കുറേ കൊടുത്തു. അതെല്ലാം അദ്ദേഹം സ്വീകരിച്ചു, ആസ്വദിച്ചു. വനത്തിൽ മാത്രം എന്നും വസിച്ചു പോകുന്ന അദ്ദേഹത്തിന് പണ്ട് ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ലാത്ത ഈ ഒരു ആഹാരം അത് എന്ത് എന്ന് വല്ലാത്തൊരു സംശയത്തോടു കൂടിയിട്ട് എന്നാലും ശരി സ്വീകരിച്ചു. ഞങ്ങൾക്ക് ചില വ്രതചര്യകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളിതാ തൽക്കാലം പോണു. എന്താ, വിഭാണ്ഡകനെ പേടിച്ചിട്ടാണേ. ഈ ദേവദാസികൾ അവിടെ നിന്ന്
രാത്രി ആവണതിൻ്റെ മുന്നേ അവിടുന്ന് പോന്നു. എന്നിട്ട് ഈ മഹർഷിയെ പേടിച്ചും കൊണ്ട് ആ ചെറിയൊരു ടെൻ്റ് ഉണ്ട്, ആ ടെൻറ്റിൽ താമസിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അവരെല്ലാം പോയപ്പോൾ ഈ ഋഷ്യശൃംഗൻ വല്ലാത്തൊരു മനോഭാവത്തിലെത്തി. ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. കാരണം ഇന്ദ്രിയ പ്രീത്യർത്ഥം മോദകം കഴിച്ചു, ആലിംഗനം ചെയ്തു ഈ സ്ത്രീകൾ. അപ്പോൾ താരുണ്യമുണ്ട്, നവ സുന്ദരികളാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാവിധ ആകർഷകങ്ങളും വരും. അപ്പോൾ ഒരു വിരഹം വരും. അതൊക്കെ വന്നു എന്നാണ്. കാരണം ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്, പ്രകോപിപ്പിക്കും. അപ്പോൾ വല്ലാത്ത ദുഃഖമായി ഋഷ്യശൃംഗന്. അവർ പോയപ്പോൾ വീണ്ടും ആ വിഭാണ്ഡകൻ പോയ സമയത്ത് ഇവരെ തന്നെ ഓർത്ത് അണിഞ്ഞൊരുങ്ങി സ്ത്രീകൾ വരണ് കാത്തിരിക്കുകയാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ആദരിച്ചുകൊണ്ട് സൗമ്യ എന്ന് വിളിച്ചുകൊണ്ട് വിഭാണ്ഡകപുത്രനായിട്ടുള്ള ഈ ഋഷ്യശൃംഗനെ ഈ കുമാരിമാർ, ഈ ദേവഗണ സ്ത്രീകൾ അവിടെയുള്ള വിശിഷ്ടമായിട്ടുള്ള മൂലഫലങ്ങളൊക്കെ കേമം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചാലും അതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഈ മോദകാദികളെ സ്വീകരിപ്പിച്ചു. അതേപോലെ നല്ല നല്ല വാക്കുകളെ കൊണ്ട്, ഹരം പകരുന്നതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഇങ്ങനെ ആ തരുണികളുടെ കൂടെ പോരണം എന്നുള്ള ഒരു താല്പര്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഋഷ്യശൃംഗനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങ് അംഗരാജ്യത്തിലേക്ക് വരണം, ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വരണം എന്ന പ്രകാരം പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ്റെ ആനയിച്ചത് കൂടിയിട്ട് ഈ ദേവൻ, പർജനദേവൻ ജഗത്തിന് ആഹ്ലാദമുണ്ടാക്കുന്ന രീതിയിൽ മഴ പെയ്യിച്ചു എന്നതാണ്. അപ്പം യാഗം ചെയ്തു, യാഗം ചെയ്യണതിൻ്റെ മുന്നേ ആണോ, യാഗം ചെയ്തിട്ടാണ് മഴ ഉണ്ടായത് എന്നും ഈ ഋഷ്യശൃംഗൻ കാല് കുത്തിയപ്പോഴേക്കും, വിചാരിച്ചപ്പോഴേക്കും തന്നെ എന്ന് വേണിച്ചാൽ പറയാം, അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ബ്രഹ്മചര്യ വൃത്തികൾക്ക്. ഈ പുണ്യവാൻ വിഭാണ്ഡകപുത്രനായിട്ട് ഋഷ്യശൃംഗൻ്റെ പുണ്യം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം താതാത്മ്യം പ്രാപിച്ചായിരുന്നു അത്രേ, അത്രയും മഹാത്മാവാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ആഗമനം, യാഗം ഒക്കെ ഇന്ദ്രന് പ്രീതി ഉണ്ടായി, ധാരാളം മഴയെല്ലാം കിട്ടി. ആ വർഷത്തോടൊപ്പം ഈ തപസ്സിയായിട്ടുള്ള, ബ്രാഹ്മണനായിട്ടുള്ള, വിപ്രനായിട്ടുള്ള, മഹാഋഷിയായിട്ടുള്ള ഈ രാജാവ് ലോമപാദനും ഇതേപോലെ തന്നെ രാജർഷിയൊക്കെ തന്നെയാണ് കേട്ടോ. എന്തോ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാൾ രാജർഷിയാണ്, മറ്റാൾ ദേവർഷിയാണ്, മറ്റാൾ ബ്രഹ്മർഷിയാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മർഷി പദത്തിലാണ് ഈ ഋഷ്യശൃംഗനുള്ളത്. ഏതായാലും അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തിന് ഈ ഋഷ്യശൃംഗനെ നമസ്കരിച്ചു. അപ്പോൾ കുറച്ച് കാണരുതെന്ന് പ്രത്യേകം പറയുകയാണ്. ഈ വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്, രാജാവെ അങ്ങയുടെ ഈ ജന്മത്തിലല്ല കേട്ടോ, ഏതോ പൂർവ്വജന്മത്തിൽ സംഭവിച്ചതാണ്, അതൊക്കെ എല്ലാവർക്കും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഭയക്കണ്ട. അതുകൊണ്ടാണ് ഈ ഋഷ്യശൃംഗൻ്റെ ആഗമനം സംഭവിച്ചത്, അല്ലെങ്കിൽ സംഭവിക്കില്ല. പുണ്യമില്ലാത്തതെങ്കിൽ ഋഷ്യശൃംഗൻ വരില്ല. വിഭാണ്ഡകനെ മറയ്ക്കപ്പെട്ടുകൊണ്ട്, അതായത് വിഭാണ്ഡകൻ അറിയാതെ കണ്ടാണ് ഋഷ്യശൃംഗൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കില്ല. ആ ഋഷ്യശൃംഗ മുനിയെ ഈ ലോമപാദൻ നല്ലോണം നമസ്കരിച്ചു. അദ്ദേഹത്തിന് വിദ്യാമണ്ണം അർഘ്യപാദ്യ പൂജാദികളെല്ലാം ചെയ്ത് 16 ഉപചാരത്തോട് കൂടിയിട്ട് ദേവൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ ബ്രാഹ്മണനെ പൂജിച്ചു. അതേപോലെ ഈ വിഭാണ്ഡകന് കോപം വരാതിരിക്കാൻ തക്കവണ്ണം പെരുമാറി. അതേപോലെ തന്നെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോയിട്ട് യഥാവിധി ഈ ശാന്തമായിട്ട് മനസ്സോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ശാന്തയെ കന്യാദാനം ചെയ്തുകൊണ്ട് ഋഷ്യശൃംഗനെ കൊണ്ട് സ്വീകരിപ്പിച്ചു. വളരെയധികം ആഗ്രഹങ്ങളെ സാധിപ്പിക്കത്തക്കവണ്ണം ആ വിധം എല്ലാ അർത്ഥത്തിലുള്ള പല സ്വീകരണങ്ങൾ എന്ന് വെച്ചാൽ ഇതൊക്കെ ദാനങ്ങളാണ്. അവിടെ സ്വീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാനങ്ങളാണ്. ഇപ്പോൾ കന്യകാദാനം, മറ്റേ ആഹാരദാനം, അതേപോലെ വിശിഷ്ടമായിട്ടുള്ള ഇതൊന്നും കണ്ടിട്ടില്ല, ഈ ഋഷ്യശൃംഗം ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കൊടുത്തു എന്നാണ്. അതൊക്കെ സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരിക. അവിടെ സ്വീകരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഘ്യപാദ്യാദികൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കലായി, അതുപോലെ പൂജിക്കലുമായി. അങ്ങനെ പൂജിച്ചതിന് ശേഷം ഈ ദാനങ്ങളൊക്കെ സ്വതേ സ്വീകരിക്കൽ ആ ലിസ്റ്റിലാണ് പെടുക. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഋഷ്യശൃംഗൻ്റെ ഭാര്യയാക്കി തീർത്തു ഈ ശാന്തയെ. അവിടെ സുഖമായിട്ട് താമസിപ്പിച്ചു എന്ന് പറയാണ്. ഇങ്ങനെ ഈ കഥയെ നന്നായിട്ട് ദശരഥനെ പറഞ്ഞ് മനസ്സിലാക്കി. അവിടെ മഴ പെയ്യിച്ചത് ഈ ഋഷ്യശൃംഗനാണ്.
അവിടെ ശാന്തയ്ക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തത് ഈ ഋഷ്യശൃംഖനാണ് എന്ന കൂട്ടത്തിൽ അങ്ങയ്ക്ക് ഋഷ്യശൃംഖനെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങയുടെ പത്നിമാർക്ക് സന്താനങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇങ്ങനെ 10ാമത്തെ അധ്യായം കൂടി ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചു. 10ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 11ാമത്തെ സർഗം തൊട്ട് യാഗാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ ജാനകി കാന്തസ്മരണം ജയ ജയ രാമ രാമ ശ്രീ ഹനുമാൻ സ്വാമി കി ജയ്. ഓം. ഇവിടെ ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള രാജാവും ബ്രഹ്മനിഷ്ഠരായിട്ടുള്ള വിപ്രന്മാരും ബ്രാഹ്മണരും പുരോഹിതന്മാരായാലും ശരി മറ്റേ മന്ത്രിമാരായാലും ശരി ഇനി ഈ രാജാവിൻ്റെ പോലെ തന്നെ വിദ്യാഭ്യാസം തൊട്ടുള്ള സകല കാര്യങ്ങളും ഉള്ളതായിട്ടുള്ള സൈന്യങ്ങളായാലും വേണ്ടില്ല, പ്രജകളായാലും വേണ്ടില്ല, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എല്ലാവരും ഒരേപോലെ തന്നെ, അതേപോലെ കുട്ടികളായാലും സ്ത്രീകളായാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഈ ഈശ്വരോന്മുഖമായിട്ടുള്ള രീതിയിൽ അവർക്ക് പെരുമാറാൻ സാധിക്കണു. അവരാ രീതിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമുണ്ട് എന്ന് സാരം. അതവിടെ സർവത്ര നിറഞ്ഞു നിന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥനകളായിട്ടാണ് വരിക. ആ പ്രാർത്ഥനകൾ ഈ ദശരഥന് ഉണ്ടാവാൻ മാത്രമല്ല വസിഷ്ഠൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്യ പറയും എന്താ ഉണ്ടാവുന്നത്? വിഷ്ണു തന്നെ 4 രൂപത്തിൽ അങ്ങയെ സന്താനമായിട്ട് വന്നുകൊണ്ട് അനുഗ്രഹിക്കും എന്ന് പറയും. അപ്പോൾ അതുണ്ടാവാനുള്ള പ്രാർത്ഥന ഇവിടെ പാത്രശുദ്ധിയാണ്. അത് ഈ പത്നിമാർക്കും വേണം, രാജാവിനും വേണം. ഒപ്പം ഇത് അനുഭവിക്കാൻ പ്രജകൾക്കും ഭാഗ്യം വേണം. അതൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ അതിൻ്റെ പൂർവ്വമായിട്ടാണ് ഈ വൈശാലി കഥ പറഞ്ഞത്. അങ്ങനെയുള്ള ആ നല്ല ഒരു സന്ദർഭത്തെ പറഞ്ഞുകൊണ്ടാണ് ഇന്നിവിടെ നിർത്തിയത്. ഇത് 5ാമത്തെ ഭാഗമാണ്. ഇനി 6ാമത്തെ ഭാഗം ബാലകാണ്ഡത്തിൽ 11ാമത്തെ സർഗം മുതൽ നമുക്ക് നാളെ പറയാം. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീഹരേ നാരായണ. ശ്രീരാമ ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമ.